ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. നമ്മുടെ ജാനകിയുടെയും അബിയുടെയും വീട്ടില് പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിത സംഭവങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും സന്തോഷത്തോടെ ആ വീട്ടിൽ നിന്നും ടൂറിന് പോയവര് ഒരിക്കലും വിചാരിച്ചു കാണത്തില്ല ഇങ്ങനെ രണ്ടായിട്ട് അടിയും തല്ലുമായിട്ട് പിരിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരേണ്ട അവസ്ഥ ഉണ്ടാകുമെന്ന്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ജാനകിയും അബിയും എത്തിപ്പെട്ടിരിക്കുന്നത്. എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോഴും ജാനകിയും അബിയും അവരുടെ മനസ്സ് തിരിച്ചറിയാനായിട്ട് അമലിനും നിരഞ്ജനയ്ക്കും മാത്രമേ സാധിച്ചിട്ടുള്ളൂ. എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക, എന്തൊക്കെ പൊട്ടിത്തെറികളായിരിക്കും അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും രണ്ടുപേരും ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ വളരെ വലിയ പ്രശ്നത്തിൽ തന്നെയാണ് രണ്ടുപേരും ഇപ്പോൾ ചെന്ന് ചാടിയിരിക്കുന്നത്. എന്തായാലും ജാനകിയും അബിയും എന്തോ വലിയ തെറ്റ് ചെയ്തു എന്നുള്ള ഒരു രീതിയിലാണ് മുത്തശ്ശിയും അമ്മയും അജിയും എല്ലാവരും ആ വീട്ടിൽ നിന്നും അപർണ ഉൾപ്പെടെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അപ്പൊ ഇവര് രണ്ടുപേരും മാത്രമാണ് ഒറ്റയ്ക്ക് തിരിച്ച് ജാനകി അബിയും നിരഞ്ജനയും നമ്മുടെ അമലും പിന്നെ പൊന്നുവും ലച്ചു മാത്രമാണ് തിരിച്ച് ഒറ്റയ്ക്കാണ് വീട്ടിലോട്ട് വരുന്നത്. എന്നാൽ ഇതിനോടകം തന്നെ അപർണ വീട്ടിൽ പോയി നടത്തേണ്ട അല്ലെങ്കിൽ നടക്കേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. നമ്മുടെ അപർണയുടെ അച്ഛൻ തമ്പി ഉടനെ തന്നെ നിരഞ്ജനയുടെ അച്ഛനെ വിളിച്ചിട്ട് കാര്യങ്ങൾ ഒന്നിനെ രണ്ടായിട്ട് പെരുപ്പിച്ച് പറയുകയും അങ്ങനെ അവിടെയും കുറച്ച് സംസാരങ്ങളൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഉണ്ണിത്താൻ നേരെ സൂര്യയോട് ചോദിക്കാൻ വേണ്ടിയിട്ട് നേരെ അളകാപുരിയിലോട്ട് വരാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. ഈ സമയത്ത് ഉണ്ണിത്താന്റെ ഭാര്യ ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? എന്നാൽ ഈ ഒരു സ്വത്തിനെ പറ്റി ചോദിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് എന്ന് പറയുമ്പോൾ ഇതൊരിക്കലും കുടുംബ സ്വത്തിൽ നിന്ന് എടുത്തു കൊടുത്തതല്ല, ആരെങ്കിലും വിൽക്കാൻ വേണ്ടിയിട്ട് ഇട്ടിരുന്ന പ്രോപ്പർട്ടി സൂര്യ തന്നെ വാങ്ങിച്ച് ജാനകിയുടെയും അബിയുടെയും പേരിൽ എഴുതിയതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരിക്കലും നമുക്കത് തെളിയിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ പിന്നെ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ഹേമ ഉണ്ണിത്താനോട് പറഞ്ഞു. ഈ സമയത്ത് സൂര്യ ഭയങ്കര ടെൻഷനിലാണ്, എന്ത് ചെയ്യും? അങ്ങനെ പൂജാമുറിയിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും എന്ത് ചെയ്യണം എന്നൊന്നും അറിയത്തില്ല. ഭയങ്കര പ്രശ്നത്തിലാണ്, ഭയങ്കര സങ്കടത്തിലാണ്. അങ്ങനെ സങ്കടപ്പെട്ട് പൂജാമുറിയിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും വലിയൊരു പ്രശ്നങ്ങളിലോട്ട് കൊണ്ടെത്തിക്കാതെ ഈ പ്രശ്നം സോൾവ് ആക്കാൻ വേണ്ടിയിട്ട് ദൈവം എനിക്ക് തുണയാകണം എന്നൊക്കെ സൂര്യ പറയുവാണ്. എന്നാൽ ഇന്നത്തെ എപ്പിസോഡോടുകൂടി നമ്മുടെ പഴയ സൂര്യനാരായണന്റെ മുഖം മാറുവാണ്. പുതിയൊരു ആളായിട്ടാണ്, പുതിയൊരു വ്യക്തിയാണ് സൂര്യനാരായണനായിട്ട് ഈ ഒരു എപ്പിസോഡ് തൊട്ട് ഇനി അങ്ങോട്ട് ഈ ഒരു പരമ്പരയിൽ ഉണ്ടാവുക. അപ്പോൾ സൂര്യ തൊഴുതു പ്രാർത്ഥിച്ചതിന് ശേഷം നേരെ അപ്പോൾ അപർണ കഥ കൊട്ടി വിളിക്കുവാണ്, അച്ഛൻ എവിടെ തുറക്ക്, എന്താ പൂജാമുറിയിൽ ഇത്ര നേരം ഇരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ അച്ഛൻ എന്താ ഇത്ര നേരം അവിടെ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. എന്നാൽ അമ്മയും ആരെങ്കിലും വിളിച്ചോന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അത് അമ്മയെ ആരും വിളിച്ചിട്ടില്ല, അവരെ എല്ലാവരും വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല, ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആണ്, എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഒരു കാറിന്റെ ശബ്ദം കേട്ടു. അപ്പൊ എല്ലാവരും വന്നു എന്ന് സന്തോഷത്തോടു കൂടി അപർണ താഴോട്ട് പോയി. എന്നാൽ പ്രഭാവതി, മുത്തശ്ശി എല്ലാവരും ദേഷ്യത്തോടു കൂടിയാണ് അകത്തോട്ട് കയറിപ്പോയത്. അപർണയും മുത്തശ്ശിയും അജയ് എല്ലാവരും ദേഷ്യത്തോട് കയറിപ്പോയി. അപ്പൊ അമ്മയോട് കാര്യം ചോദിച്ചപ്പോൾ അമ്മയൊന്നും മിണ്ടാതെ കയറിപ്പോയി. എന്നാൽ പ്രഭാവതി നേരെ സൂര്യയുടെ റൂമിലോട്ടല്ല പോയത്, മറിച്ച് മറ്റൊരു റൂമിലോട്ടാണ് പോയിരുന്നത്. അപ്പൊ പിന്നാലെ അമൃതയും പോയി. എന്നിട്ട് അമ്മയോട് കാര്യം ചോദിച്ചു. അമ്മ എന്തിനാ ഒറ്റയ്ക്ക് ഈ റൂമിൽ ഇരിക്കുന്നത്? അച്ഛൻ അമ്മയെ കാത്തിരിക്കുവാണ്, ഭക്ഷണം പോലും ഇതുവരെ കഴിച്ചിട്ടില്ല, എന്താ സംഭവിച്ചത്? അമ്മ എന്താ ഒന്നും മിണ്ടാതെ ഈ റൂമിൽ വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതിരിക്കുവാണ്. എന്നാൽ ജാനിയേട്ടത്തെയും അബിയേട്ടനെയൊക്കെ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവർക്കിനി വരേണ്ട ആവശ്യമില്ല, അവർക്ക് ഇപ്പൊ തന്നെ ഓൾറെഡി സ്വത്തുകളും കാര്യങ്ങളും ഉണ്ട്, അപ്പൊ പിന്നെ സ്വന്തമായിട്ട് ആ റിസോർട്ടിൽ താമസിച്ചാലും ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ എന്താണ് അമ്മ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് സംസാരിക്കുന്നത് എന്ന് അമൃതയ്ക്ക് മനസ്സിലായില്ല. അമൃത നേരെ തന്റെ അച്ഛനോട് എന്നാൽ അമ്മയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ പ്രഭാവതി അമൃതയെ ആ റൂമിൽ നിന്ന് അടിച്ചിറക്കുകയാണ് ചെയ്തത്. നേരെ അമൃത തന്റെ അച്ഛന്റെ റൂമിലോട്ട് പോയി അച്ഛനോട് കാര്യങ്ങൾ സംസാരിച്ചു. എന്നാൽ തനിക്കൊന്നും അറിയത്തില്ല എന്നുള്ള ഒരു മട്ടിലാണ് സൂര്യ നിന്നത്. കാര്യങ്ങൾ ചോദിച്ചപ്പോൾ എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ അമ്മ എന്തോ ഒരു സങ്കടത്തിലാണ്, അമ്മ ഭയങ്കരമായിട്ട് പൊട്ടി കരയുവാണ്. ഈ റൂമിലോട്ട് വരാൻ കൂട്ടാക്കാതെ അമ്മ മറ്റൊരു റൂമിലാണ് എന്ന് സൂര്യയോട് അമൃത പറഞ്ഞു. അപ്പോൾ എന്തായാലും പ്രഭാവതി മറ്റൊരു റൂമിൽ ഇരിക്കാതെ അവൾക്ക് ഇങ്ങോട്ട് വന്നൂടെ, എന്തായാലും എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല, ഞാൻ പോയി വിളിക്കത്തില്ല എന്നുള്ള ഒരു വാശിയിലാണ് സൂര്യ. അമൃത പോയതിനു ശേഷം സൂര്യയ്ക്കൊരു സങ്കടമുണ്ട്.
ഇത്രയും നേരമായിട്ടും എന്നെ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ എന്നോടൊന്ന് സംസാരിക്കാനോ എൻ്റെ മുഖം കാണാനോ പോലും പ്രഭാവതി തയ്യാറാവുന്നില്ല. അത്രത്തോളം വെറുത്തുപോയോ എന്നെ എന്നൊക്കെയുള്ള സങ്കടമാണ് സൂര്യയുടെ മനസ്സിൽ. എന്നാൽ എല്ലാവരോടും കാര്യങ്ങൾ ചോദിച്ചിട്ടും ആരും ഒന്നും പറയാനായിട്ട് തയ്യാറായില്ല. നേരെ അമൃത അപർണയുടെ റൂമിലോട്ട് പോയി. അപ്പൊ ഈ സമയത്ത് അപർണ ഭയങ്കര സന്തോഷത്തിലാണ്. തമ്പിയാണെങ്കിൽ ആ ഒരു ജയിലിൽ പോയ സമയം തൊട്ട് തൻ്റെ താടിയും ഒക്കെ വളർത്തി ഇങ്ങിട്ടിരിക്കുവാണ്. താടിയിൽ ഡൈ അടിക്കാൻ പോലും തമ്പി തയ്യാറായിരുന്നില്ല. എന്നാൽ ആ ഒരു അളകാപുരിയുടെ തകർച്ച തുടങ്ങിയെന്ന് മനസ്സിലാക്കിയതിന് ശേഷം താടി മുടിയൊക്കെ വടിച്ച് ഒന്ന് സുന്ദര കുട്ടപ്പനായി യൗവനത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് തമ്പി ഒരുങ്ങുകയാണ്. ആ സന്തോഷം തൻ്റെ ഭാര്യയുമായി പങ്കുവയ്ക്കുന്ന സമയത്ത് അപർണ വിളിക്കുന്നുണ്ട്. അപർണയോട് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ പ്രഭാവതി മറ്റൊരു റൂമിലാണ് ഇരിക്കുന്നതെന്നും ഇതിനെപ്പറ്റിയുള്ള സംസാരങ്ങളൊന്നും നടന്നില്ലെന്നും ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രഭാവതി സൂര്യയോട് പോയി കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം ആളെ കത്തത്തില്ല, ഇവിടം വെച്ച് തന്നെ കെട്ടടങ്ങി പോകും എന്ന് തമ്പി പറഞ്ഞു. ആ സമയത്താണ് അമൃത കയറി വരുന്നത്. അപ്പോൾ ഉടനെ തന്നെ അപർണ കോൾ കട്ട് ചെയ്തു. അമൃത കാര്യങ്ങൾ ചോദിച്ചപ്പോൾ സൂര്യനാരായണൻ ജാനിയേട്ടത്തിയുടെയും അഭിയേട്ടൻ്റെയും പേരിൽ എഴുതി കൊടുത്ത റിസോർട്ടും ഒരുപാട് ഏക്കർ വസ്തുവാണ് ആ മൂന്നാറിലുള്ളതെന്നും ആ ഹോളിഡേയ്സ് എന്ന് പറയുന്ന റിസോർട്ടും വസ്തു എല്ലാം അവരുടെ പേരിലാണ് എന്ന് അപർണ ഉടനെ അമൃതയോട് പറഞ്ഞു. എന്നാൽ ഇതൊന്നും വിശ്വസിക്കാനായിട്ട് അമൃത തയ്യാറായിരുന്നില്ല. അവിടെ നടന്ന സംഭവങ്ങളെല്ലാം വിശദീകരിച്ച് പറഞ്ഞപ്പോൾ വീണ്ടും അമൃതയും ജാനകിയും അഭിയും കുറ്റക്കാരാക്കാൻ വേണ്ടിയിട്ടും അവർക്കെതിരെ തിരിയാൻ വേണ്ടിയിട്ടുമാണ് തയ്യാറെടുത്ത് നിന്നത്. അത്രത്തോളം എന്ത് അവകാശമാണ് അവർക്കുള്ളത്? ഇപ്പൊ അഭിയേട്ടന്റെ പേരിൽ എഴുതി കൊടുത്താലും കുഴപ്പമില്ല, പക്ഷെ ജാനിയേട്ടത്തിയുടെ പേരിലും കൂടി ഇത്രയും വസ്തുക്കൾ എഴുതി കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് അവകാശമാണ് അവർക്ക് ഇവിടെ ഉള്ളത് എന്നുള്ള ഒരു ചോദ്യമാണ് അമൃതയുടെ ഭാഗത്ത് നിന്ന് വന്നത്. അങ്ങനെ അമൃത അവരോട് പോരാടാൻ വേണ്ടിയിട്ടും അച്ഛനോട് ഇതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടും അമൃത തയ്യാറായി. അപ്പോൾ അപർണ വിചാരിച്ച ഏകദേശം കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പൊട്ടിത്തെറികൾ കുറച്ചുകൂടി വലുതായി വരുവാണ്. അപ്പൊ എല്ലാവരും വെയിറ്റിംഗ് ജാനകിയും അഭിയും കാത്തു തന്നെയാണ്. ജാനകി അഭിയും വന്നു. അപ്പോൾ അപർണ ഈ ഒരു വണ്ടിയുടെ ശബ്ദം കേട്ടിട്ട് ബാൽക്കണിയിൽ നിന്ന് നോക്കുന്നുണ്ട്. അഭിയും ജാനകിയും നിരഞ്ജനയും അമലും വന്നു. അപ്പോൾ നിരഞ്ജനയും അമലും വന്നപ്പോൾ അകത്തോട്ട് കയറിപ്പോയി. പിന്നാലെ തന്നെ ജാനകിയും അഭിക്കൊപ്പം പൊന്നുവും പിന്നെ ലച്ചുവും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയും കൈപിടിച്ചുകൊണ്ടാണ് ജാനകിയും അഭി എല്ലാവരും കൂടി അകത്തോട്ട് കയറിപ്പോയത്. ഇത് കണ്ടിട്ട് വീണ്ടും പ്രശ്നങ്ങൾ രൂക്ഷമാക്കാൻ വേണ്ടിയിട്ടാണ് അപർണ ശ്രമിച്ചത്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക? പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും അവിടെ അളകാപുരിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. എന്തിന്റെ സത്യാവസ്ഥ എന്തായിരിക്കും? സൂര്യ എന്തുകൊണ്ടായിരിക്കും ജാനകിയുടെയും അഭിയുടെയും പേരിൽ ഇത്രയും വസ്തുക്കൾ എഴുതി കൊടുത്തത്? ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കാം? അളകാപുരി തകരുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ബൈ.